പിന്നെ ഓളെ വിളിക്കൂ 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 ചോദിക്കേണ്ടതും ഓളെ എന്ത് ചെയ്താലും എനിക്ക് കുറ്റേനു. അതൊക്കെ ഉണ്ടല്ലോ, ഫോണിലുണ്ടല്ലോ, അതൊന്നും ഒരു കണ്ടില്ല. പിന്നെ കൊറേ ഉണ്ട് ഓൾ എന്റെ കൂടെ വന്നിട്ട് എന്തോ വൈറ്റനിങ് ക്രീം വാങ്ങാന് റിച്ച് ലേഡിയിലും അവിടൊക്കെ പോയി ചോദിച്ചാൽ അറിയോള് ചോദിച്ചത്. അവിടൊക്കെ ഏതൊരു വീടിന്റെ അടുത്തുള്ള ചെങ്ങായിനോടൊക്കെ ചോദിച്ചു ആ ഒരു കടയിൽ നിക്കണേ അവളോട് വെളുക്കാന് തേക്കണ എന്തോ പേരൊക്കെ അറിയില്ല. ഞാൻ അവളോട് ചോദിച്ചു കമ്പനീന്റെ പേരറിയോ, പക്ഷെ ഓള് പറഞ്ഞു കമ്പനീന്റെ പേരറിയില്ല, അത് തേച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി ഇതാവും, അപ്പൊ പിന്നെ ബാവക്ക് പിന്നെ എന്നെ പറ്റിയാൽ. അപ്പൊ ഞാൻ പറഞ്ഞു ശാന അങ്ങനെയാണെങ്കിൽ വാങ്ങാൻ നിക്കണ്ട. അപ്പൊ ഓള് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റിഗ്രറ്റ് അടിക്കാനും വേണ്ടി ഓനെ നമുക്ക് റിഗ്രറ്റ് അടിപ്പിക്കണം എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞേന്. പക്ഷെ കറുത്തുപോയതിന്റെ പേരിൽ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ പാവം പെൺകുട്ടി. ഷഹന തന്റെ ഭർത്താവിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അത്രത്തോളം അവഗണിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടും അല്പം കൂടി കളർ വെച്ചാൽ വാഹിദ് എന്നെ അംഗീകരിക്കുമെന്നൊരു വിശ്വാസം. എങ്ങനെയെങ്കിലും തനിക്ക് കുറച്ച് വെളുക്കണം, തൻ്റെ ഭർത്താവ് തന്നെ അംഗീകരിക്കണം, ആ സ്നേഹം, പഴയതുപോലെയുള്ള ആ സ്നേഹം തനിക്ക് വീണ്ടും കിട്ടണം. അതിനുവേണ്ടി പരിചയം പോലും ഇല്ലാത്തൊരു ക്രീമിന് വേണ്ടി ആ പെൺകുട്ടി അലയുകയായിരുന്നു. ചങ്ക് പറിച്ച് സ്നേഹിച്ചിട്ടും വാഹിദ്, നീ ആ പെൺകുട്ടിയുടെ മനസ്സ് കണ്ടില്ലല്ലോ. തൊലിപ്പുറം മാത്രമേ ഇരുണ്ടിട്ടുള്ളായിരുന്നു, ഉള്ള് തൂവെള്ളയായിരുന്നടാ. തൂവെള്ള പാലിനേക്കാൾ നിറമുള്ളതായിരുന്നു. ആ പൊന്നുമോളെ, ആ ഉമ്മാടെയും ഉപ്പായുടെയും പൊന്നുമോളെ നീ കൊന്നു കളഞ്ഞില്ലേ. ഒരു ജൂലൈ 2 ഓളെ ബർത്ത്ഡേ അതുവരെ കുഴപ്പമില്ലോന്. ബർത്ത്ഡേ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിട്ട്. പക്ഷെ ഞമ്മക്കറിയില്ല, മോള് നമ്മളെ മുന്നിൽ ഞാൻ ചോദിക്കുമ്പോൾ ഞമ്മക്കുമായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ല. ഞാൻ വാട്സപ്പ് അയക്കുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ റിപ്ലൈ തരും. പിന്നെ മോളോട് ചോദിക്കുമ്പോൾ ആവ വിളിച്ചലില്ല ചോദിച്ചു. വിളിക്കലുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഓരോയായിട്ട്. പിന്നെ കുറേ കഴിഞ്ഞ് നമ്മളെ മുന്നിൽ പിന്നെ പഠിക്കാൻ ബേക്കോട്ടായി തുടങ്ങി. ഇങ്ങോട്ട് ഞാൻ ചോദിക്കുമ്പോഴും അപ്പോഴും ഓള് കാരണം പറയില്ല. പിന്നെ ഒരു ദിവസം ഓള് കരഞ്ഞ് സുബയോട് അടുത്ത്, അന്ന് എൻ്റെ ആങ്ങളുടെ വീട്ടിലെ എക്സാം നവംബർ, ഈ ജൂലൈയിൽ തുടങ്ങിയ സംഭവം നമ്മൾ അറിയണത് നവംബർ 14 സുബൈക്ക് അറിയണത്. പെണ്ണ് കാണാൻ വന്നപ്പോൾ നിക്കാഹിൻ്റെ നിക്ഷയം കഴിഞ്ഞപ്പോഴൊന്നും ചെക്കന് ഒരു കുഴപ്പവുമില്ല. അതേപോലെ തന്നെ 20 ദിവസം സന്തോഷത്തോടു കൂടിയാണ് ഇവളുടെ കൂടെ അവൻ കഴിഞ്ഞത്. അപ്പോഴൊന്നും അവൾക്ക് ഇരുണ്ട നിറമാണെന്നുള്ളത് അവൻ കണ്ടില്ല. ജൂലൈയിൽ അവളെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അന്ന് അവൾക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുകയും വിഷസ് അയക്കുകയൊക്കെ ചെയ്തതാണ് വാഹിദ്. അതിനുശേഷമാണ് വാഹിദിൻ്റെ സ്വഭാവം മാറുന്നത്. നിന്റെ കളറ് കറുപ്പാണെന്നും നീ എനിക്ക് ചേർന്നവളല്ലെന്നും നമ്മുടെ ബന്ധം മുന്നോട്ട് പോവില്ലെന്നും നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവൻ പറഞ്ഞു തുടങ്ങിയത്. പഠിക്കാൻ കഴിയണില്ല എന്നുള്ളൊരു ഇഷ്യൂ ആണ് ആദ്യം നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിങ്ങനെ കൂടുതൽ ചകഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് അപ്പോൾ പിന്നെ ഓൻ്റെ ഉപ്പ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മളോട് പറഞ്ഞ് ഓളിനി കോളേജിലേക്ക് പോകാൻ കഴിയൂല, പഠിക്കാൻ കഴിയണില്ല എന്നാണ് പറയണത്. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ആയാലും എന്താ ശരിയാവൂലല്ലോ എന്നാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പോകാൻ കഴിയൂല എന്ന് ഒരു കുട്ടി പറയില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതൊന്ന് സംസാരിക്കട്ടെ, അവളോട് ചോദിച്ചിട്ട് അവൾ ഇത് തന്നെയാണ് പറഞ്ഞത്, വേറെ ഒന്നും പറയണില്ല എന്ന്. അപ്പോൾ ഈ നവംബർ 14 അന്നാണ് ഓള് ഈ വിഷയം നമ്മളോട് ആദ്യമായിട്ട് പറയണത്. അന്ന് പൊട്ടി കരഞ്ഞിട്ട് ഓള് ഞങ്ങളോട് പറഞ്ഞു, ബാവെന്നെ വേണ്ടാന്ന് പറയുന്നുണ്ട്. നമ്മൾ അത്രയും, അതായത് ജൂലൈയിൽ തുടങ്ങിയ പ്രശ്നം നവംബർ വരെ ഒരാളെ അറിയിക്കാതെ കുട്ടി ഒറ്റയ്ക്ക് ഡീൽ ചെയ്തു. സ്വന്തം ഭർത്താവിൻ്റെ അടുത്തു നിന്നാണ് ഇത്തരം അവഹേളനം കേൾക്കുന്നതെന്ന് ഓർക്കണം. ഒരു 19 വയസ്സുള്ള പെൺകുട്ടി എത്രത്തോളം തളർന്നു കാണും. ഒരുപാട് സ്വപ്നങ്ങളോടെയും പ്രതീക്ഷയോടെയും കൂടിയായിരിക്കും ഒരു വിവാഹത്തിലേക്ക് ആ പെൺകുട്ടി കാലുവെച്ചത്. ഷഹന ആദ്യമായി പ്രണയിക്കുന്ന പുരുഷൻ കൂടിയാണ്. ആ 20 ദിവസം കൊണ്ട് തന്നെ അയാളോട് അത്രയേറെ ഇഷ്ടം, പ്രാണനേക്കാൾ ഇഷ്ടം അവൾക്ക് നേടിക്കഴിഞ്ഞു. അങ്ങനെ ഒരാളിൽ നിന്നും കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ കഴിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വെളുക്കണം, എൻ്റെ വാവ എന്നെ ഒന്ന് ഇഷ്ടപ്പെടണം, എന്നോട് താല്പര്യം കാണിക്കണം, ഇത് മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ ഒരേ ഒരു ആഗ്രഹം. എന്നാൽ വാഹിദിൻ്റെ ഉദ്ദേശം അതൊന്നുമായിരുന്നില്ല. ഈ പെണ്ണ് തനിക്ക് ചേരില്ല, തനിക്കിതിലും നല്ല ബന്ധമൊക്കെ കിട്ടും, എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കണം എന്നൊരു ചിന്തയായിരുന്നു ഇയാൾക്കുള്ളത്. അതുകൊണ്ട് ഇവളെ മാനസികമായി തകർക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇയാൾക്കുള്ളത്. ആ ഒരു കാര്യത്തിൽ അയാൾ സക്സസ് ആവുകയും ചെയ്തു. ഒരു പെൺകുട്ടിയെ എങ്ങനെയൊക്കെ തളർത്താൻ പറ്റുമോ അതിൻ്റെ അങ്ങേ അറ്റം അയാൾ ചെയ്തു. അവൾക്ക് ഒരു നിലക്ക് പഠിക്കാൻ പറ്റാതെയായി, ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെയായി, മാനസികമായി തകർന്ന് തരിപ്പടമായി. വീട്ടിൽ ഒരു നിക്കാണ്ടായിരുന്നു. അവൻ്റെ അമ്മോന്റെ വീട്ടിൽ പോയിട്ട് ഒരു ഫോട്ടോ കണ്ട്, ആ ഫോട്ടോ കണ്ടിട്ട് അവൻ കോള് ചെയ്തിട്ടില്ല അന്ന്.
ആ ഫോട്ടോന് ഇഷ്ടമായിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ദിവസം ഓന് പനിച്ച് കിടന്ന് ഓനിങ്ങോട്ട് വീഡിയോ കോൾ വിളിച്ചപ്പോൾ എൻ്റെ ചേലും കോലും കാണാനായല്ലോ എന്ന്. പനിയായി ഞാനിവിടെ കുന്നുമ്മൽ 2-3 പ്രാവശ്യം കൊണ്ടുപോയി. പിന്നെ ഞാൻ മെയ്സിയിൽ ആദർശടൊക്കെ എൻ്റെ മോക്ക് ഭയങ്കര. അപ്പം ഞാൻ അവിടെ പോയി ടോക്കെടുത്ത് വന്ന് കാണിച്ച് വന്ന കുട്ടീനോട് ഓൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ എന്താ പറയുന്നത്, എൻ്റെ ചേലും കോലോ എൻ്റെ കുട്ടി നിറയില്ല. ഓന് നിറയില്ലെങ്കിൽ ഓരമ്മാക്കും ഓൽക്കും പറഞ്ഞൂടെ ഇങ്ങോട്ട് ഈ ഓൻ്റെ ബന്ധുവിൻ്റെ ഒരു നിക്കാഹിന് ഷഹാന പോയിട്ടുണ്ടായിരുന്നു. വിവാഹ പരിപാടിക്ക് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കല്ലോ, ആ കൂട്ടത്തിൽ ഷഹാനൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ പേരും പറഞ്ഞ് ഈ പെൺകുട്ടിയെ അവൻ വിളിക്കുക പോലും ചെയ്യില്ലായിരുന്നു. ആ മനസ്സൊന്നോർത്തു നോക്കണേ. നമ്മൾക്കൊരു അസുഖം വന്നാൽ, പനിയൊക്കെ വന്നാൽ നമ്മളെ മുഖത്തും ശരീരത്തിനൊക്കെ ആ ക്ഷീണം എടുത്ത് തന്നെ കാണിക്കും. നമ്മളൊന്നുകൂടി വിളറിയ പോലെയും കരുവാളിച്ച പോലെയൊക്കെ കാണും. ആ സുഖമില്ലാത്ത അവസ്ഥയിൽ പോലും ആ പെൺകുട്ടിക്ക് ഒരു സമാധാനം പോലും അയാൾ കൊടുത്തില്ല. അപ്പോഴും ബോഡി ഷെയ്മിങ് നടത്തുകയാണ്. നിന്റെ കോലം എന്താണ് എന്ന് കാണാൻ പറ്റില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവന്റെ മൊഞ്ച് നിങ്ങൾ കണ്ടില്ല ഫോട്ടോയിൽ, എന്താ മൊഞ്ചെന്നാ. ഇവനൊക്കെ ഒലക്ക കൊണ്ട് അടിക്കണം. 5 പ്രാവശ്യം കണ്ടേണ്. ഫസ്റ്റ് എൻ്റെ അങ്ങൻ്റെ വീട്ടിൽ വന്നോ കണ്ട്. അന്ന് രാവിലെ വന്ന്, വൈകുന്നേരം ഓൻ്റെ ഉമ്മയും ഓൻ്റെ ഏട്ടനും ഓൻ്റെ എളാമയും വന്ന് കണ്ട്. പിന്നെ ഒരു 10-17 ആൾ ഇവിടെ വന്ന് കണ്ട്. പിന്നെ ഒരു ദിവസം ഓന് ബഡ്ജറ്റിൻ്റെ അവിടുന്ന് കാണണം എന്ന് പറഞ്ഞാൽ അവിടെ വന്നോ കണ്ട്. പിന്നെ ഒരു നിക്കാന് ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോയി. രാവിലെ പോയിട്ട് ഒരു വൈകുന്നേരം. അത്ര പ്രാവശ്യം കണ്ട കുട്ടീനെ ഒരു ചോദിച്ചു പോയത്. പിന്നെ നിക്കാഹിന്റെ മുമ്പേ ഷഹാനയെ വാഹിദ് 5 തവണ കണ്ടു എന്നാ പറയുന്നത്. ബ്രദറിന്റെ വീട്ടിൽ വെച്ച് 2 തവണ മുട്ടായി കൊടുക്കുമ്പോൾ ഒരിക്കൽ കൂടെ കാണണമെന്ന് പറഞ്ഞ് കൊണ്ടോട്ടി ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ബഡ്ജറ്റ്, അതിൻ്റെ മുമ്പിലേക്ക് എത്താൻ പറഞ്ഞ് അവിടെ പോയി അവർ വീണ്ടും കണ്ടതാണ്. അതിനുശേഷം ഡ്രസ്സ് എടുക്കാൻ പോയി. 3 തവണയായിട്ട് അവൻ്റെ ഉമ്മയും കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്തരം ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. നിക്കാഹ് കഴിഞ്ഞു 20 ദിവസം അവർ സന്തോഷത്തോടെ ജീവിച്ചു. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയതിനു ശേഷമാണ് ഷഹാനയിലെ കുറ്റവും കുറവുമൊക്കെ വാഹിദ് കാണുന്നത്. ഇഷ്ടാണ്. ഓനും അറിയാം. ഓൻ പറയണം എനിക്ക് വേറെ ആളെ കിട്ടൂല വിചാരിച്ചിട്ടല്ലേ ചിന്ന, ഓൻ്റെ അത്ര ചൊറുക്കുള്ളോലെ കിട്ടൂല വിചാരിച്ചിട്ടല്ലേ പോവാത്തത്. ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണം, നീ എന്നെ മറക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് അതിന് കഴിയില്ല എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ചോർക്ക്, അതായത് എൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ടല്ലേ നീ എന്നെ ഇട്ടേച്ച് പോവാത്തത്. എന്നെക്കാളും നല്ലൊരാളെ നിനക്ക് കിട്ടില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഫോട്ടോയിൽ, എന്താ ചൊറുക്കുന്ന, എന്ത് നല്ല ഭംഗിയുള്ളതാന്നാ. വാഹിദ്, നിന്നേക്കാൾ എത്രയോ നല്ല ചെക്കനെ അവൾക്ക് കിട്ടിയിരുന്നു. അവളെ വെച്ച് നോക്കുമ്പോൾ നിന്റെ മനസ്സില്ലേ കരിക്കട്ടയാണ്, കരിക്കട്ട. ഹസ്ബൻഡും ഓളും കൂടിയാ പോയത്. ഓരോ വീട്ടിൽ പോയി അങ്ങനെ ഞങ്ങൾക്കറിയാം ഈ പഠിക്കണില്ല, പഠിക്കാൻ കഴിയണില്ല എന്നുള്ള പ്രശ്നമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ പോകുമ്പോൾ ആ കാരണം കൊണ്ട് ഓനോളെ വേണ്ടാന്ന് പറയുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി, എന്താ പ്രശ്നം, ഇങ്ങനെ എന്താ ഇവള് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഭാവം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ വീട്ടുകാരോട് ചോദിച്ചു. ഞങ്ങൾ പോയിട്ട് ചോദിച്ചു. അപ്പം ഓളന്ന് കരഞ്ഞിട്ട് പറയാം, ഇന്നെ ഒഴിവാക്കരുത്, ഇന്നെ ഒഴിവാക്കരുത്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, എന്തിനാ ഇതിനൊക്കെ ഒഴിവാക്കരുത് എന്ന് പറയാം. അപ്പം ഇവർ തമ്മിലിത് ഭയങ്കരമായിട്ട് കുറെ കാലങ്ങളായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ എത്ര പ്രതീക്ഷയോട് കൂടിയായിരിക്കും അയാളെ വീട്ടിലേക്ക് അവൾ കയറി ചെന്നത്. അവൻ്റെ ഉമ്മയിൽ നിന്നെങ്കിലും ഒരു തണല് കിട്ടുമെന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ടാവും. ആ ഉമ്മ ആ മകനോട് പറഞ്ഞ് മനസ്സിലാക്കി തൻ്റെ വാവയെ തനിക്ക് തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയായിരിക്കും ആ പെൺകുട്ടിക്ക്. അവനെ നഷ്ടപ്പെടുന്നതിലുള്ള പേടി കൊണ്ടാണ് അവൾ ആ കാല് വരെ പിടിക്കുന്നത്, എന്നെ ഒഴിവാക്കല്ലേ ഉമ്മ എന്ന് പറഞ്ഞു. എന്നിട്ടും ആ കൊടും ഹൃദയങ്ങളുടെ മനസ്സലിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. നവംബർ 14 ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം തന്നെ ഞങ്ങൾ കൗൺസിലിംഗ് ഒക്കെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം കൊണ്ടുപോയപ്പോൾ ഒരു പറഞ്ഞു ഇവർക്ക് ഉറക്കില്ല. ഒരാഴ്ചയോളം കുട്ടി ഉറങ്ങാതെ, രാവും പകലും ഉറങ്ങാതെ കുട്ടി ഇങ്ങനെ ഭയങ്കര ഇന്റെ ബാവ അതൊക്കെ ഓനറിയാം. അപ്പൊ ഓൻ പറയിച്ച അവിടെ തസ്ബീ ചൊല്ലി നടന്നിട്ടൊന്നും കാര്യമില്ല ഈ കുട്ടിനോട്. കുട്ടി അത്രക്കും ഇഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ചങ്ക് തകർന്നു പോകുന്നുണ്ട് കേട്ടോ. താൻ പ്രാണന് പോലെ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയതമനെ നഷ്ടപ്പെടുമെന്ന ബോധം, 19ാമത്തെ വയസ്സിൽ ഒരു വിവാഹമോചിതയായ പെണ്ണായി മാറുമെന്നൊരു ബോധം, അതിലൊക്കെ ഉപരി അവനോടുള്ള പ്രണയം, ഇതെല്ലാം നഷ്ടപ്പെടുകയാണല്ലോ എന്നോർത്ത് അവൾ നീറി ഇല്ലാതാവുകയായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടിക്കൊന്ന് ഉറങ്ങാൻ പറ്റുക, ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റുക? 6 ദിവസമൊക്കെ ഉറങ്ങുന്നില്ല എന്ന് വിചാരിച്ചാൽ അവൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും. എത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഭാവ എന്നൊരു പേര് അവൾ ഉച്ചരിക്കുന്നു എന്ന് പറയുന്നില്ലേ, അതവളുടെ പ്രണയമായിരുന്നു. അവൾ പ്രാണൻ പറിച്ചു തരുന്ന പ്രണയം. ഇനി നീ കുറച്ച് സലാത്തും തസ്ബീയും ഒക്കെ ചെല്ല് വാഹിദേ. വയസ്സിലോള് ഇന്നോട് ചോദിക്കാൻ ഡൈവേഴ്സ് ആവൂലേന്ന്.
ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞ് 20 ദിവസം ഒരു അന്ന് ഓൻ ഇവിടെ 2 ദിവസം വന്ന് നിന്നേണ്. പിന്നെ വയനാട്ടിൽ പോയി നിന്ന് പോണ തലേന്ന് വരെ ഓൻ ഇവിടെ വന്നേണ്. എപ്പോഴും കിടന്നു പറഞ്ഞ് നീച്ചത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. മോളോട് ഓർമ്മ അപ്പം മാനും ഭാര്യ വിളിച്ചോണ്ട് ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞ് ഓൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പം കഴിച്ച് ഓനോട് പോവും. പിന്നെയാണ് ഈ 20 ദിവസം തോന്നാത്ത എന്ത് കാര്യമാടാ നിനക്ക് ഗൾഫിലേക്ക് പോയപ്പോൾ തോന്നിയത്? അവൾ തന്ന സ്നേഹം ചിലപ്പം കൂടിപ്പോയതായിരിക്കും. അതായിരിക്കും നിനക്കൊക്കെ ഇങ്ങനെ കുത്തല്. ഓൻ ഗൾഫിലെത്തിയപ്പോൾ പിന്നെ എൻ്റെ മോള് തിങ്കളാഴ്ച വൈകുന്നേരം മരിക്കണ തലേന്ന് ഇമ്മച്ചി നമ്മൾ ഓൻ്റെ ഉപ്പച്ചി ഇമ്മച്ചും കെട്ടിച്ച് തന്നത് ഓൻ്റെ ജോലി കണ്ടിട്ടാണ്. ഒരു കുട്ടീനെ അന്ന് കെട്ടിച്ചുമ്പോൾ നമ്മളെ എന്താ ജോലി ഇതൊക്കെ നമ്മൾ ചോദിക്കുക, വെറുതെ കൊടുക്കുവോ കുട്ടീനെ? അതുവരെ ഇവനെ പോലെയുള്ളവരൊക്കെ ചൂലുകൊണ്ടടിക്കണം. ഇതൊരു വാഹിദ് മാത്രമല്ല, ഇത്തരം ഇടുങ്ങിയ ചിന്താഗതിയുള്ള ദുഷ്ടരായിട്ടുള്ള ഒരുപാട് വാഹിദുമാർ ഇതിനു മുമ്പും ഇതിന് ശേഷവുമൊക്കെ ജീവിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ വന്നാലും ഇവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കരുത്, ജയിച്ച് തന്നെ കാണിക്കണം. ഒരാളും ആത്മഹത്യ ചെയ്യരുത്, ജീവനെടുത്ത് കളയരുത്. നമ്മളെ മരിച്ചതുകൊണ്ട് ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഇവർക്കൊന്നും നഷ്ടപ്പെടുകയില്ല. നഷ്ടപ്പെടുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമാണ്.